الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله الفائزين برضا الله أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പവിത്രമായ ഈ സദസ്സിന്റെ കടിഞ്ഞാൺ നിയന്ത്രിക്കുന്ന എൻ്റെ അഭിവന്യ സുഹൃത്തും നമ്മുടെ മദ്രസയുടെ സദർ ഉസ്താദ് കൂടിയായ ഫൈസി ഉസ്താദ് അവർകൾ, ബഹുമാനാദരവുകൾ നിറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് റഷീദ് ഉസ്താദ് ഉൾപ്പെടെയുള്ള നഈം ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിത ശ്രേഷ്ഠരെ, ബഹുമാനാദരവുകൾ നിറഞ്ഞ പവിത്രമായ ഈ സദസ്സിന്റെ സമുദ്ഘാടന കർമ്മം നിർവഹിച്ച പൂവൽ ജമാഅത്തിന്റെ അഭിവന്യ പ്രസിഡന്റ്, നാം എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എ.പി. ഷാഫി സാഹിബ്, ബഹുമാനാദരവുകൾ നിറഞ്ഞ ജമാഅത്തിന്റെ സെക്രട്ടറി ഹസീന സാഹിബ്, അതുപോലെ തന്നെ ഇമിഗ്രേഷൻ അബ്ദുറഹ്മാൻ, അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹമീദ് സാഹിബ്, ബാദിഷ പൂവൽ ഉൾപ്പെടെയുള്ള കമ്മിറ്റി ഭാരവാഹികള്, സ്നേഹനിധികളായ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വാത്സല്യത്തിന്റെ നിറകുടങ്ങളായ പിഞ്ചോമന മക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭത്തെ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത്, നമ്മുടെ നാട്ടിലൊരു പരിപാടി നടത്തുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒന്നില്ലെങ്കിൽ കമ്മിറ്റി ഭാരവാഹികളാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലബിന്റെ പ്രവർത്തകരാകും. അതൊക്കെ മാറ്റി ഈ പരിപാടി നടത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പിഞ്ചോമന മക്കളാണ്. അഭിവന്ദരായ ഉസ്താദുമാരുടെയും കമ്മിറ്റി ഭാരവാഹികളുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹായവും ഒക്കെ ഉണ്ടെങ്കിലും മുന്നിൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട പിഞ്ചോമന മക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രാപ്പകലില്ലാതെ നമ്മൾ കഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയാണ്. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന, ദീനിന് ഉപകരിക്കുന്ന, നാടിന് ഉപകരിക്കുന്ന മക്കളാക്കി അല്ലാഹു നമ്മുടെ മക്കളെ മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളുടെ കാരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളുടെ കാരണം കൊണ്ട് നമ്മളുടെ തല കുനിച്ച് നടക്കേണ്ട അവസ്ഥ അല്ലാഹു നമുക്ക് ഒരാൾക്കും വരുത്തിക്കാതിരിക്കുമാറാവട്ടെ. നമ്മുടെ പിഞ്ചോമന മക്കള് ഒരുപാട് രോഗികളുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ മന്ത്രിക്കാൻ വന്നിരുന്നു. മഞ്ഞപ്പിത്തം, അതുപോലെ തന്നെ തല കറങ്ങി വീഴുക, അതുപോലെ തന്നെ പനിയും ഛർദിയുമായി ജലദോഷവുമായി ഹോസ്പിറ്റലുകളിലാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കള്. അല്ലാഹു നമ്മുടെ മക്കളുടെ രോഗങ്ങളെ ശിഫയാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചറബ് നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ കഴിഞ്ഞ വർഷം നമ്മുടെ മദ്രസയിൽ +2 പഠിച്ചിരുന്ന ഒരു കുട്ടി ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്ന്, ആ കുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. വല്ലാത്തൊരു വിഷമാണ്. നമ്മൾ വരും തളർച്ച, അതുപോലെ തന്നെ മാരകമായ രോഗം പ്രായമുള്ള ആളുകൾക്ക് മാത്രമാണ് ഉണ്ടാകാറ്. ആ കുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊന്നുപോലെ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെയുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് നമ്മയും നമ്മുടെ കുട്ടികളെയും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ബഹുവന്ദരായ സദർ ഉസ്താദ് കഴിഞ്ഞ ആഴ്ച എന്റെ റൂമിൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഇങ്ങനെ സ്റ്റുഡൻസ് ഫോറത്തിന്റെ ഒരു പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, മാസത്തിൽ ഒരു ക്ലാസ് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, ഞാനത് കേട്ട ഉടനെ തന്നെ പറഞ്ഞു നല്ലൊരു കാര്യമാണ് ഇൻഷാ അല്ലാഹ്. ഉദ്ഘാടനം എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ വരാമെന്ന് പറയുകയും റബ്ബിന്റെ തൗഫീഖോടുകൂടി ഏത് വിഷയമാണ് നമ്മൾ സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ, ഏതായാലും മുഹറം മാസമല്ലേ, ഒരു വർഷത്തിന്റെ ആദ്യ മാസമാണ് മുഹറം മാസം. കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് കുറച്ച് ദിക്റും സ്വലാത്തും ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. എന്നിട്ട് ഒരു 12 മണി 11:45 ആവുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കൊക്കെ പടച്ചറബ് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പവിത്രമായ മുഹറം മാസത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. ആയുസ്സിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് ഒരു വയസ്സ് നമുക്ക് നഷ്ടമായി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമി ലോകത്ത് നമുക്ക് ജീവിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ, അവസരം നൽകിയ വയസ്സിൽ നിന്ന് ഒരു വയസ്സ് നമ്മൾ മരണത്തിലേക്ക് അടുത്തു കഴിഞ്ഞു. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. നമ്മുടെ കയ്യിലുള്ളത് എന്താ ഉള്ളത്?
അഭിവന്ദരായ പണ്ഡിതന്മാര് പറയുന്നു, നമ്മളൊക്കെ ഈ സമയം മാത്രമാണ്, നമുക്ക് നമ്മുടേതെന്ന് അവകാശപ്പെടാൻ കഴിയുന്നത് ഈ സമയം മാത്രമാണ്. കഴിഞ്ഞു പോയ സമയം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. വരാനിരിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടോ ഇല്ലയോ അതും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഇത് എന്റേതാണ്, എന്റെ സമയമാണെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരേ ഒരു സമയം നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയം മാത്രമാണ്. ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്താലേ നമുക്കതിന്റെ പ്രയോജനം കിട്ടുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ വയസ്സിൽ നമ്മുടെ ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും പാപങ്ങളോ തെറ്റുകളോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു പുറത്ത് മാഫാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആസന്നമായ പവിത്രമായ ഈ വർഷം മുഴുവനും അല്ലാഹു നമുക്ക് സന്തോഷത്തിന്റെയും റാഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും വർഷമാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നാളെ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന മഹ്ശറയുടെ ഭീകരതയിൽ സൂര്യൻ തലയുടെ ഒരൊറ്റ ചാണമേത മാത്രം ഉയർത്തപ്പെടുമ്പോ എല്ലാ പ്രവാചകന്മാരും നമ്മൾ കൈയൊഴിയുമ്പോ, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുമ്പോ എല്ലാ പ്രവാചകന്മാരും എന്റെ സ്വന്തം ശരീരം എന്ന് വിലപിക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും നമ്മുടെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ മക്കളെയും വിട്ടേച്ചു കൊണ്ട് നമ്മൾ ഓടുന്ന മഹ്ശറ, എല്ലാ പ്രവാചകന്മാരും നമ്മളെ കൈയൊഴിയുന്ന മഹ്ശറ, ആ മഹ്ശറയുടെ ഭീകരതയിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ